ഹലോ ആൾ, സലാർ പാർട്ട് 1 സീസ് ഫയർ സംഭവം കണ്ടു. പടത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. സിനിമ കൊള്ളാം, പക്ഷേ ചെറിയ ഒന്ന് രണ്ട് പോരായ്മകളും, ചെറുതല്ല കുറച്ച് വലിയ പോരായ്മകൾ തന്നെ എനിക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് തോന്നി. എന്തായാലും നമുക്ക് പോസിറ്റീവ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം നമ്മളൊരു സാധനം കാണുമ്പോഴത്തേക്കും ആദ്യം അതിൻ്റെ നെഗറ്റീവ് കാണാതെ പോസിറ്റീവ്സ് കണ്ട് തന്നെയാണല്ലോ തുടങ്ങാൻ. അപ്പം എന്തായാലും പോസിറ്റീവ് ഫസ്റ്റ്, നമ്മൾ ആദിപുരുഷിൽ എല്ലാവരും ട്രോൾ ചെയ്യുക പ്രഭാസ് തന്നെയാണ് ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ്. പുള്ളിക്കാരൻ്റെ സ്വാഗും സ്ക്രീൻ പ്രസൻസും അന്യായമാണ്. ഈ ഒരു മനുഷ്യനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ കിടിലൻ സ്ക്രീൻ പ്രസൻസ് ഉള്ള നമ്മളെയൊക്കെ കോരിത്തിരിപ്പിക്കാൻ കഴിയുന്ന റോളുകൾ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. ഗംഭീര സ്ക്രീൻ പ്രസൻസ് ആണ് ഈ ഒരു സിനിമയിലെ പ്രഭാസിന്. അതേപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെയും പിൻബലമില്ലാതെ അങ്ങേർക്ക് മാസ് കാണിക്കാൻ കഴിയുമെന്ന് സലാർ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രഭാസ് തന്നെയാണ് ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയ പോസിറ്റീവ്. രണ്ടാമത്തെ പോസിറ്റീവ് പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ. അദ്ദേഹത്തിന്റെ മേക്കിംഗ് ഗംഭീര മേക്കിംഗ് ആണ്. ബ്രഹ്മാണ്ഡ ലെവലിലാണ് പടം എടുത്ത് വെച്ചിരിക്കുന്നത്. ഗംഭീര മേക്കിംഗ് ആണ്. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. KGF 1-ന്റെയും KGF 2-ന്റെയും ഡയറക്ടറാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തെ കുറിച്ചൊരു ഐഡിയ നമുക്കുണ്ട്. ഓക്കെ, എന്തായാലും പ്രശാന്ത് നീൽ എന്ന് പറയുന്നത് ഒരു വൺ ടൈം വണ്ടർ അല്ല എന്ന് സാലാർ എന്ന പടം തെളിയിക്കുന്നുണ്ട്. ഗംഭീര മേക്കിംഗ് ആണ്. ഇനി അടുത്ത മൂന്നാമത്തെ പോസിറ്റീവ് നമ്മുടെ രാജുവേട്ടൻ, പൃഥ്വിരാജ് സുകുമാരൻ. സിനിമയിൽ നമ്മുടെ രാജുവേട്ടന് കൊടുക്കുന്ന ഒരു ബിൽഡപ്പ് ഉണ്ട്, ഗംഭീരമാണ്. ഒരു പാൻ ഇന്ത്യൻ പടത്തിൽ പ്രഭാസിനെ പോലൊരു സ്റ്റാർ അഭിനയിക്കുന്ന പടത്തിൽ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരു സ്റ്റാറിന് കൊടുക്കുന്ന ആ ഒരു ബിൽഡപ്പ്, വാവ്, അത് ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചിഫിക്കേഷൻ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ കൈയടിച്ചു പോയ ആ ഒരു സീനിൽ. ആ ഒരു ബിൽഡപ്പും ഇൻട്രോയും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാജുവേട്ടൻ എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നത് ക്ലൈമാക്സ് സീനിലാണ്. ഗംഭീര ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു. അത് പൃഥ്വിരാജും നമ്മുടെ പ്രഭാസും കട്ടക്ക് നിന്ന ക്ലൈമാക്സ് സീക്വൻസ് ആയിരുന്നു. അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ എടുത്തു വച്ചിട്ടുണ്ട് പ്രശാന്ത് നീൽ. പിന്നെ നാലാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിലെ ഫൈറ്റ് സീൻസ് ആണ്. ഫസ്റ്റ് ഹാഫിലെ ഇന്റർവെൽ പഞ്ച് വരെ ഒരു ബിൽഡപ്പ് ആണ്. പ്രഭാസിന്റെ ക്യാരക്ടറിന്റെ ആ ഒരു ബിൽഡപ്പും പിന്നെ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷനിലേക്കുമുള്ള ഒരു ബിൽഡപ്പ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫിന്റെ അവസാനം ഇന്റർവെൽ പഞ്ചായിട്ട് വരുന്ന ആ ഒരു ഫൈറ്റ് സീൻ ഗംഭീരമായിരുന്നു. അത് വെടിയും പുകയും ഒക്കെ ആയിട്ട് ഒരു ഗംഭീര സംഭവം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് പകുതി കഴിയുമ്പോഴത്തേക്ക് ഒരു ഗംഭീര ഫൈറ്റ് സീൻ ഉണ്ട്. അതും പ്രഭാസിന്റെ ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സിൽ ഫാൻസിന് വേണ്ടിയിട്ട് പ്രഭാസും രാജുവേട്ടനും തമ്മിലുള്ള ഒരു കട്ടക്ക് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട്. അത് തീർച്ചയായിട്ടും നോർമൽ ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയിലെ മെയിൻ പ്രശ്നം, ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ വല്ല ഹിസ്റ്ററി ക്ലാസ്സിലുമാണോ ഇരിക്കുന്നതെന്ന് തോന്നിപ്പോകും. ഈ ഒരു സിനിമയ്ക്കകത്ത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മറ്റൊരു ചെറിയൊരു രാജ്യം പ്രശാന്ത് നീൽ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു രാജ്യത്തിനകത്ത് 10-20 ടെറിട്ടറി ഉണ്ട്. ആ ടെറിട്ടറികൾക്കെല്ലാം കൂടി വേറെ വേറെ നേതാക്കന്മാരും ഉണ്ട്. ഈ ഒരു സിനിമയ്ക്കകത്ത് 100 പേരുണ്ടെങ്കിൽ അതിനകത്ത് 95 പേരും വില്ലന്മാരാണ്. ആ വില്ലന്മാരുടെ എല്ലാം പേരുകൾ നമ്മൾ ഓർത്ത് വെക്കണം. ഈ ഒരു ടെറിട്ടറികളും അതിനകത്ത് ഒരുപാട്, ഈ ഒരു രാജ്യത്ത് തന്നെ ഒരുപാട് ഗോത്രവർഗ്ഗങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഗോത്രവർഗ്ഗങ്ങളുടെ ഈ ഒരു ടെറിട്ടറികളുടെയും അതേ കണക്ക് അതിനകത്ത് ചേരാൻ വരുന്ന ആർമികളുടെയും പിന്നെ ഈ വില്ലന്മാരുടെ എല്ലാം പേരുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി വരണമെങ്കിൽ നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നാലേ പറ്റത്തുള്ളൂ. ഇനി ശ്രദ്ധിച്ചിരുന്നത് മനസ്സിലാക്കിയാൽ തന്നെ അത് നല്ലോണം ഓർമ്മയിൽ സൂക്ഷിക്കുകയും കൂടെ വേണം. എന്നാലേ ആ ഒരു പടം നല്ലോണം കണക്ട് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ രാജുവേട്ടന്റെ സ്വാഗ്, ബാസിന്റെ സ്വാഗ്, പ്രശാന്ത് നീലിന്റെ മേക്കിംഗ് ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് തിയേറ്ററിലോട്ട് വരാം. കഥ കണക്ട് ആവണമെങ്കിൽ നല്ലതുപോലെ ശ്രദ്ധിച്ച് കണ്ടിരുന്നാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഇനി ശ്രദ്ധിച്ച് കണ്ടിരുന്നാൽ പോലും നല്ലപോലെ ഓർമ്മശക്തിയും കൂടെ വേണം ഇതൊക്കെ ഓർത്ത് വെക്കാനായിട്ട്. ഇനി സാലാർ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ഗോത്രവർഗ്ഗങ്ങളുടെയും വില്ലന്മാരുടെ ഒക്കെ പേരൊക്കെ എഴുതി പഠിച്ചിട്ട് വേണം പോകാനായിട്ട്, ഈ ഓർമ്മയിൽ നിൽക്കാനായിട്ട്. അമ്മാതിരി സാധനമാണ് പണി വെച്ചിരിക്കുന്നത്. കൊള്ളാം. എന്തായാലും മൊത്തത്തിൽ ഒരു ബ്രില്യൻ മേക്കിംഗ് ആണ് പ്രശാന്ത് നീലിന്റെ. പക്ഷെ ഒരു സാധാരണ സിനിമ ആസ്വദിക്കാനായിട്ട് തിയേറ്ററിൽ പോകുന്ന ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രമാത്രം കണക്ട് ആകുമെന്ന് ഒരു ഉറപ്പും തരാൻ പറ്റത്തില്ല. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ എനിക്ക് തോന്നിയ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇതൊരു മെയിൻലി ഒരു തെലുങ്ക് ഫിലിമാണ്. അത് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് ഇറക്കിയ പടമാണ്. അപ്പം അതിന്റെ ഒരു പോരായ്മയാണോ ഇനി ഒരു തെലുങ്ക് ഡയലോഗ് അതേപോലെ മലയാളത്തിലേക്ക് ഡബ് ചെയ്തതിന്റെ പോരായ്മയാണോ എന്നറിയത്തില്ല. ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ക്രിഞ്ചായിരുന്നു. തുടക്കത്തിൽ ഈ പ്രഭാസിന്റെയും പൃഥ്വിരാജിന്റെയും കുട്ടിക്കാലം കാണിക്കുന്ന സീൻസ് ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ഡയലോഗ് ഡെലിവറി ഒക്കെ എന്റെ പൊന്നോ വൻ പരാജയമായിരുന്നു. എനിക്ക് ഭയങ്കര ക്രിഞ്ചടിച്ച്. അതിനകത്തൊരു പഞ്ച് ഡയലോഗ് ഉണ്ട്, എന്റെ പൊന്നോ ഞാൻ തലയിൽ കൈവച്ച് പോയി. തുടക്കത്തിൽ തന്നെ അപരാധമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തലയിൽ കൈവച്ച് പോയി. അമ്മാതിരി ഡയലോഗാണ്. ഇനി അത് തെലുങ്ക് ഡയലോഗ് മലയാളത്തിലേക്ക് മാറ്റിയപ്പോഴത്തേക്ക് വന്ന പാളിച്ചാണോ എന്ന് അറിയത്തില്ല. അതേ കണക്ക് ഒരുപാട് ക്രിഞ്ച് ഐറ്റംസ് ഡയലോഗിലുണ്ടായിരുന്നു. നമ്മുടെ KGF-ഉം KGF 2-ലും കണ്ട പോലത്തെ ഡയലോഗ്സ്, പഞ്ച് തരുന്ന ഡയലോഗ്സ് ഒന്നും പ്രതീക്ഷിച്ച് ഈ ഒരു സിനിമയ്ക്ക് കയറരുത്. ഡയലോഗ് ഡബിങ് ഒക്കെ എനിക്ക് വളരെ മോശമായിട്ടാണ് തോന്നിയത്. അത് നമുക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. ചില സമയത്തൊക്കെ നമ്മളില്ല ഹിന്ദി പരസ്യം മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോഴത്തേക്ക് ഉള്ളൊരു സ്ലാങ്ങും സംഭവങ്ങളൊക്കെ ഇല്ല, അതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, രവി ബസൂർ, KGF 2 ഈ 2 പടങ്ങളെയും ഒരു പരിധി കഴിഞ്ഞ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന സംഭവം നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. നമുക്കറിയാം തൂഫാൻ, അതേ കണക്ക് സുൽത്താന, അതേ കണക്കത്തെ സോങ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു പടത്തിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നല്ലോണം സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവം സാലാറിൽ പ്രതീക്ഷിച്ച് പോയാൽ വളരെ വലിയ നിരാശയായിരിക്കും. അങ്ങനെ ഒരു സംഭവം ഇല്ലടേ. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഒരു ആവറേജ് അത്രേ തോന്നിയുള്ളൂ.
KGF 2 ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് സാലാറിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആവറേജ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് കൺക്ലൂഷൻ ആയിട്ട് പറയാനായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ, നിങ്ങൾ ആരും KGF 2 ഒന്നും കണ്ടിട്ട് അതൊന്നും പ്രതീക്ഷിച്ച് ഈ ഒരു പടത്തിനകത്ത് കയറരുത്. പ്രഭാസ് നായകനായിട്ട് അഭിനയിക്കുന്ന പ്രശാന്ത് നീൽ ഡയറക്ട് ചെയ്യുന്ന ഒരു പടം കാണാനായിട്ട് കയറുക. KGF 2 ഡയറക്ട് ചെയ്ത ഡയറക്ടറാണെന്ന കാര്യം അങ്ങ് മറന്നിട്ട് ഈ ഒരു പടത്തിന് കയറുക. ചിലപ്പോൾ നിങ്ങൾ സംതൃപ്തരായേക്കാം. എന്തായാലും ഈ ഒരു പടം ഒട്ടും മോശം പടമൊന്നുമല്ല, ഒരു എബോവ് ആവറേജ് എക്സ്പീരിയൻസ് എനിക്ക് തിയേറ്ററിൽ സമ്മാനിച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് കൊള്ളാം പടം, പക്ഷെ ഒരുപാട് പോരായ്മകൾ ഉള്ളത് കണക്കും തോന്നി. മൊത്തത്തിൽ ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു എബോവ് ആവറേജ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ഒരു സാലാർ എന്ന പടം കണ്ടപ്പോഴത്തേക്കും ലഭിച്ചത്.